നമുക്ക് 30th ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള ഈ ഒരു മീറ്റിംഗിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇലക്ഷനിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കുറേ പേര് പാനലുള്ളവരുണ്ട്, കുറേ പേര് അവരും ഉണ്ട്, വളരെ കുറച്ച് പേര് പുറത്തുനിന്നുള്ളവരും ഉണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് അങ്ങനെ ആരെയും വേർതിരിച്ച് കാണാം. ഞങ്ങൾ 505 മെമ്പേഴ്സാണ് ഉള്ളത്. സോ ആരെയും അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാവരും ചെയ്യുന്നൊരു വോളണ്ടറി വർക്കാണ്. അപ്പം മുൻപോട്ട് വന്ന് നമ്മളൊന്നും മുൻപോട്ട് വന്നില്ല, അവരൊക്കെ മുൻപോട്ട് വന്ന് ചെയ്യാൻ. സോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത്? സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു കുറേ വർഷമായല്ലോ. അപ്പം അടുത്ത പ്രാവശ്യം മേ ബി നിൽക്കാം, ഉറപ്പായിട്ടുണ്ടാവോ? നിൽക്കാം. ഓക്കെ. അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഇടവേള ബാബു ചേട്ടൻ നമ്മൾ എപ്പോഴും കൂടെയുണ്ട്. പക്ഷേ ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് ഇത്രയും കാലം നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചതാണ്. അപ്പം അദ്ദേഹം ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ എന്താണ് ആ ഒരു വിഷമമുണ്ട്. പക്ഷേ ആ പോസ്റ്റ് കവർ ചെയ്യാൻ വന്നവരും പാനലിലുള്ളവർ തന്നെയാണ്. പക്ഷെ ബാബുചേട്ടൻ വിട്ടെവിടെയും പോകത്തില്ല. എപ്പോഴും നമ്മൾ ബാബുചേട്ടനെയാണ് വിളിക്കാറ് എന്താവശ്യത്തിന്. അപ്പം നമ്മുടെ 3ാം തവണയാണ് ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ്? അപ്പം കാരണം നമുക്ക് നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റി. അപ്പം രണ്ടുപേരെ എനിക്ക് ഒരുമിച്ച് എനിക്ക് പറ്റിയ അബദ്ധമാണ്. എന്നെ വിളിച്ചു. അപ്പൊ പിന്നെ അപ്പൊ എന്തായാലും അയ്യോ സന്തോഷം. കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ഒരുമിച്ച് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലാലേട്ടനെ കുറിച്ച് എന്താണ് പറയുന്നത്? അയ്യോ അങ്ങനെയൊന്നും ചോദിക്കല്ലേ. ലാലേട്ടൻ്റെ പ്രസിഡൻസിയിൽ ഇതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ്. എവറിത്തിങ് ഈസ് റണ്ണിങ് വെരി സ്മൂത്ത്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യം ഇല്ല. ബാക്കിയുള്ള ആ ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലേക്കുള്ള മത്സരം, അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദമായിരുന്നു ഈ പാനൽ മത്സരങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീട് അത് ക്ലാരിഫൈ ചെയ്തു. അങ്ങനെ ഉള്ളിൽ ഒരു പാനൽ മത്സരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ. എന്തായാലും വോട്ടിംഗ് ചെയ്തോ? എന്തായാലും ഇനി ബാക്കിയുള്ള റിസൾട്ടുകൾ നമുക്ക് വഴി അറിയാം. ഹാപ്പി അല്ലേ? താങ്ക് യു. ചേച്ചി, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആദ്യം പിന്നാലെ വന്നപ്പോൾ ചേച്ചി അകത്തേക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു. അതെ, ഇന്ന് അമ്മയുടെ ഇലക്ഷനാണ്. ഇലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. ബാബുചേട്ടൻ മത്സരിക്കുന്നുണ്ട്. ബാബുചേട്ടന് മാത്രം വോട്ട് ചെയ്യണമെന്നൊന്നും ആലോചനയിലാണ്. ചുമ്മാ പറഞ്ഞത്, ജോക്കിന് പറയുന്നത്. അപ്പൊ എല്ലാവരും വരട്ടെ, നല്ല പുതിയൊരു വരട്ടെ. പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഞാനിപ്പോൾ ആസാദി കഴിഞ്ഞു, ഓൾമോസ്റ്റ് റൈഫിൾ ക്ലബ്ബ് ചെയ്തു. പിന്നെ MA നിഷാ സാറിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. പോകുന്നു. ഇല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, ഇലക്ഷന് വന്നിരുന്നു, ഇപ്പോൾ വന്നു. ഞാനിപ്പോഴല്ലേ സജീവമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യെസ്. താങ്ക് യു. വളരെ വിഷമമുണ്ട്. കാരണം ഈ സംഘടന ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ കൊണ്ടുവെത്തിക്കാൻ വലിയൊരു പങ്കുവച്ച ആളാണ് ഇടവേള ബാബു. പുള്ളിക്ക് ഒരു ഇടവേള ആവശ്യമാണല്ലോ. അപ്പോൾ ഉണ്ടാവട്ടെ. അതെ. എല്ലാവർക്കും വിഷമമുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ചേരുന്നു. താങ്ക് യു സോ മച്ച്. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.